ഹേ ഗൈസ്, അപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോഴും ഇത്രയും നേരത്തെയൊക്കെ എണീറ്റ് എവിടെയെങ്കിലൊക്കെ പോകാനായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സർപ്രൈസ് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. പറഞ്ഞോ എന്താണ്? നീ പറയുമ്പോഴേ ഒരു ഇത് പപ്പാച്ചി ഗൾഫിൽ നിന്ന് വരുവാണ് ഗൈസ്. അപ്പോൾ പപ്പാച്ചി നാട്ടിൽ വരുവാണ് ഗൈസ്. പപ്പാച്ചി വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോകണം ഗൈസ്. സംഭവം എന്തോ സർപ്രൈസ് എന്ന് പറഞ്ഞെന്നറിയാവോ? അതായത് സുമിനെ ചാച്ചൻ വിളിച്ചിട്ട് പറഞ്ഞ് അർജുൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കാറ് കൊണ്ട് ഡീസലൊക്കെ അടിച്ചിട്ട് കൊണ്ടിട്ട് രാവിലെ എയർപോർട്ടിൽ പോകണം. അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഒരു സംശയമില്ല, സാധാരണ വെച്ചിങ്ങനെ കാറൊക്കെ എടുത്തുകൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടിട്ട് അടിച്ച് എല്ലാം റെഡിയാക്കി കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രാത്രി ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് രാവിലെ 2 മണിയാകുമ്പോൾ ഇറങ്ങി നിൽക്കണം, പപ്പാച്ചിയെ വരില്ല. ഞങ്ങളൊന്ന് സർപ്രൈസ് ആയി. അപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം അറിയുന്നത്. അതാണ് ഞങ്ങൾ സർപ്രൈസ് ആയതിൻ്റെ കാരണം. സത്യമായിട്ട് പപ്പാച്ചി ഒരു ക്ലൂ പോലെ നിന്നില്ല. ഈ പെരുന്നാളിന്റെ ലീവാ ഗൈസ്, 15 ദിവസം അതിനാ വരുന്നത് കേട്ടോ. സർപ്രൈസ് ആയി പോയി. നമ്മൾ തലേന്നെ ഡീസലൊക്കെ അടിച്ചിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ക്ലിപ്സ് പോയിട്ട് കണ്ടിട്ട് ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് ഡീസൽ അടിച്ചിട്ട് വരാം. ഓക്കെ പച്ചക്കറിയും കൂടെ വാങ്ങിച്ചിട്ട് പോവാം. ഭയങ്കര കുഴപ്പമാണ് ഗൈസ്. വേണോ ഇരിക്കാനൊന്നും അറിയത്തില്ല ഗൈസ്. ഇതൊക്കെ ഇട്ടല്ലേ എല്ലാ വണ്ടിയും പറഞ്ഞു വിടട്ടും. അമ്മ എടുക്കല്ലേ, നല്ല ദേഷ്യം വരുന്ന കേട്ടോ. ഇതാ ഗൈസ്, ഇന്നലെ വൈകിട്ട് വന്ന സംഭവം. ഡീസലൊക്കെ അടിച്ചു വന്നു. അപ്പൊ നമ്മൾ റെഡിയായി. യെസ്, ഇനി അത്യാവശ്യം വരണം, പിന്നെ പോകണം. അത്രേ ഉള്ളൂ. പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി. അപ്പോൾ ഗൈസ് അതിനുശേഷം വന്നിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തി. പക്ഷേ ആദ്യം എടുത്തൊക്കെ പോലെ ആ ഒരു ബിൽഡപ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പപ്പയ്ക്കെൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാം മറന്നു ഗൈസ്. അതാണ് ഞങ്ങൾ ചെറിയൊരു ക്ലിപ്പ് ഇട്ടേക്കാം. ജസ്റ്റ് അത്രയും മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി. ഓക്കെ, ബൈ.